ഒരൊറ്റ കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലുന്നവർ എപ്പോഴും പൂർണ്ണമായി ചൊല്ലണം. ബിസ്മില്ലാഹിയിൽ ഒതുക്കരുത്. എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. അറുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ചിലർ പറയുമ്പോൾ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി മതി. കാരണം അപ്പുറത്ത് പറയുന്നത് റഹ്മാനു റഹീം അല്ലേ, റഹ്മത്തുമായി ബന്ധപ്പെട്ടതല്ലേ. അറവ് അതിനോട് യോജിക്കൂലല്ലോ. അറവ് സത്യത്തിൽ ഒരു റഹ്മത്താണ്. എറിഞ്ഞു കൊല്ലും പോലെയല്ലല്ലോ അറവ് നടത്തിയിട്ട് ഒന്നിന്റെ റൂഹ് വേർപ്പെടുത്തുന്നത്. അതിന് സുഗമമായ രീതിയിലുള്ള ഒരു മൗത്ത് നൽകുകയാണ് അറവ് എന്ന് പറഞ്ഞാൽ. ഒന്നിന്റെ തലക്കടിച്ചു കൊല്ലും പോലെ അല്ല, ഒന്നിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലും പോലെയാണോ? അല്ല, സുഗമമായ രീതിയിലുള്ള മൗത്താണ് അറവ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് റഹ്മത്താണ്. അതുകൊണ്ട് ചൊല്ലണം അവിടെയും ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ പൂർണ്ണ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്ത് എഴുതുന്നിടത്തും എഴുതണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് എഴുതിയ കത്തിന്റെ ഒക്കെ ആമുഖത്തിൽ തുടക്കത്തിൽ എഴുതിയ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. പൂർണ്ണമായിട്ട് ബിസ്മി ചൊല്ലണം. പകുതി എഴുതി നിർത്തരുത്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കത്ത് എഴുതുമ്പോ ഇപ്പൊ ചില ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ എഴുതുമ്പോ ബിസ്മിന്ന് എഴുതിയിട്ട് പിന്നെ കാണാൻ കുറെ കുത്തിട്ടിക്കണ്, ഇങ്ങനെ കുറെ പോയിന്റുകൾ ഇങ്ങനെ. എന്തിനാ? സൗകര്യം ഉണ്ടെങ്കിൽ പൂരിപ്പിച്ചോളിന്നോ? അതെന്തിനാ സംഗതി? ചില ആൾക്കാരാണ് അസ്സലാമു എന്ന് എഴുതിയിട്ട് പിന്നെ അങ്ങനെ ഒരു അലൈക്കും എഴുതാൻ നേരല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബിസ്മിന്ന് എഴുതിയിട്ട് കുറെ പുള്ളി ഇട്ട് വെക്കേണ്ടതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് എഴുതണം. എഴുതുമ്പോ മുഴുവനായിട്ട് എഴുതണം. ചൊല്ലുമ്പോഴും മുഴുവനായിട്ട് ചൊല്ലണം. അതിലൊരു പ്രത്യേകത ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കുറേ പ്രത്യേകതകൾ എണ്ണിയ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അക്ഷരങ്ങളൊന്നും എണ്ണി നോക്ക്. സമയമുണ്ടോ? എത്ര അക്ഷരം ഉണ്ടാവും? ഇസ്മീൻ ഇങ്ങനെ കൂട്ടി തുടക്കം ലാസ്റ്റ് വരെ എണ്ണിയാൽ 19 അക്ഷരങ്ങളാണ്. അതൊരു 19 മലക്കുകളിൽ നിന്നുള്ള വലിയൊരു കാവലിന്റെ വചനമാണ്. എവിടെയാണ് അല്ലാഹു 19 മലക്കുകളെ വെച്ചിരിക്കുന്നത്? അലൈഹാ 19. നരകത്തിന് കാവൽ നിർത്തിയിരിക്കുന്നത് 19 മലക്കുകളാണ്. നിസ്സാരമായി കരുതണ്ട. ഒരു മലക്കിന്റെ രൂപഭാവം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. ഒരു മലക്കിന്റെ തോളിന്റെ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലം തന്നെ മാബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും അകലമുണ്ട്. ഒരൊറ്റ മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലം. അത്രയും ഭീമാകാരന്മാരായ മലക്കുകളെയാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പോരെ സഹോദരങ്ങളെ, ഒറ്റാള് തന്നെ മതി. അത്തരത്തിലുള്ള 19 സബാനിയത്താണ് നരകം കാക്കാൻ നിൽക്കുന്നത്. ആ 19 ആളുകളിൽ നിന്നൊരു മോചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കും. അതുകൊണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ പൂർണ്ണമായി ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.